എത്ര പറഞ്ഞാൽ നിനക്കെന്താ മനസ്സിലാവാത്ത ഏതു? പോയി നോക്ക്. റെഡി സർ. എത്ര പറഞ്ഞാൽ നിനക്കെന്താ മനസ്സിലാവാത്ത ഏതു? ഇനി ഇത് മുന്നോട്ട് പോവൂല. ഐ ആം ഫെഡ് അപ്പ് വിത്ത് യു. റെഡി അല്ലേ? റെഡി സർ. ടേക്ക് എടുക്കാം. എന്താ പേടിപ്പിക്കാ നീ? അത് വേണ്ട. കൂടി പോയാ നീ ആ വീഡിയോ അത്രയല്ലേ ഉള്ളൂ. ഇതൊക്കെ പറഞ്ഞ് എന്താ ഹരീഷ ഇത്? അവർക്ക് ക്യാരക്ടർ ശരിക്കും പറഞ്ഞു കൊടുത്തില്ലേ? പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സാർ. എന്നിട്ട് ഇതാണോ ആ സീന്റെ മൂഡ്? ഇതാണോ മോഡുലേഷൻ? ഇപ്പൊ തന്നെ എത്ര ടേക്കായി? ഹലോ, ആദ്യമായിട്ടാണോ ഡബ് ചെയ്യുന്നത്? അല്ല സർ, ചെറിയ ചെറിയ വോയിസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതെ, ഇത് ഹീറോയിനാ. നിങ്ങളുടെ വോയിസ് ഒന്ന് ടെസ്റ്റ് ചെയ്തേ ഉള്ളൂ. ഹരീഷേ, ഇത് ശരിയാവൂല. ആ തന്നെ വിളി. അല്ല സർ, ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്യാം. വേണ്ട വേണ്ട, ടൈം വേസ്റ്റ്. അതെ ഹരീഷേ, വേറെ വല്ല ചെറിയ വോയിസ് ഉണ്ടെങ്കിൽ അപ്പം നോക്കാം. ശരി സാർ. അവരോട് പൊക്കോളാം പറഞ്ഞു കേട്ടോ. ഐഷു, നീ എവിടെയുണ്ട്? ഞാൻ മിഥുന്റെ സ്റ്റുഡിയോയിലുണ്ട്. എന്താടി? ഞാൻ അതിൽ വരട്ടെ? എനിക്കല്പം സംസാരിക്കാനുണ്ട്. എന്താ നിന്റെ ശബ്ദം വല്ലാതെ? ആകെ അപ്സെറ്റാ. പറയാം. നീ ഫ്രീ ആണോ? ഇവിടെ തിരക്കാ. എന്നാലും നീ വാ, നമുക്ക് അപ്പുറത്തെ കോഫി ഷോപ്പിൽ ഇരിക്കാം. എങ്ങനെയാ പിടിച്ചെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എല്ലാരും കേൾക്കെ മൈക്കിൽ കൂടെ അയാൾ ഇൻസൾട്ട് ചെയ്തത്. പോട്ടടാ, വിട്ടുകളാ. ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ ഐഷു. ഈ സമയം കൊണ്ട് വേറെ എന്തെങ്കിലും ജോലിക്ക് പോയാൽ മതിയായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ മിസ് കൊച്ചിൻ, മിസ് കേരളയ്ക്ക് ബെസ്റ്റ് ഫോട്ടോജനിക് ഫേസ്, എല്ലാവരും കൂടെ ഇപ്പോൾ സിനിമയിൽ ഹീറോയിൻ ആവുമെന്ന് പറഞ്ഞ് പിരികേറ്റി. എത്ര ഓഡീഷന് പോയി, എത്ര പ്രൊഡക്ഷൻ കമ്പനിയിൽ കയറി ഇറങ്ങി. എത്ര നാളായി ശ്രമിക്കുന്നു. നടക്കൂലെന്ന് തോന്നിയപ്പോൾ നിവർത്തികേടുകൊണ്ടാ ഈ ചെറിയ റോളെന്നും പറഞ്ഞ് പോകുന്നത്. 500 1000 എന്ത് കിട്ടിയാലും എനിക്കിപ്പോൾ അത് വലിയ എമൗണ്ടാണ്. മമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കാമല്ലോ. എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ ആരോടും പറയാറില്ല. നിന്നോടും പറഞ്ഞിട്ടില്ല ഇതുവരെ. ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് ഐഷു. പപ്പ ഉണ്ടാക്കി വെച്ച കടങ്ങൾ, മമ്മയുടെ ചികിത്സ. ഇപ്പോൾ ഏറ്റവും വലിയ പ്രോബ്ലം വിവേക. ഏത് വിവേക്? അങ്ങനെ ഒരാളുണ്ട് എൻ്റെ ജീവിതത്തിൽ. കുറച്ച് ആള് വന്നിട്ടുണ്ട്. സൂക്ഷിച്ചു. ഇതാണ് മോൾ ഡയാന. കൊച്ചിന്റെ മമ്മ ഹോസ്പിറ്റലാണ്, സുഖല്ലുണ്ട്, അഡ്മിറ്റ് ആണ്. അതാണ് മുറി. തുറന്നിട്ടേക്കണല്ലേ? വാ സാറേ. എല്ലാ സൗകര്യം ഉണ്ട് കേട്ടാ. ബാത്റൂം മാത്രം അപ്പുറത്താണ്. ഭയങ്കര കാറ്റാണ് കേട്ടാ. ഫാനൊന്നും വേണ്ട. ആ മോളെ, 6 മാസത്തെ അഡ്വാൻസ് 10,000 രൂപ വാടാ. പുള്ളി സമ്മതിച്ച്. പിന്നെ പുള്ളി വേറെ കാര്യം ചോദിച്ചു. മൂപ്പർക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോഴേ എപ്പോഴും അതെ വയറ്റിനത്ര പിടിക്കൂലെന്ന്. നമ്മുടെ കിച്ചനോടൊന്ന് ഉപയോഗിച്ചോട്ട് ചോദിച്ചു. അല്ല, ഭക്ഷണം പുള്ളി വെച്ച് കഴിച്ചോളൂ. ഏയ് അതൊക്കെ ബുദ്ധിമുട്ടാവും. കാലത്ത് 1 മണിക്കൂർ, വൈകുന്നേരം 1 മണിക്കൂർ, അത്രേ ഉള്ളൂ. എങ്കിൽ വാടക കൂട്ടി തരാന്ന്. എത്ര തരും? 15 പറയാം. മൂപ്പര് തരും. ഞാൻ മമ്മയോട് ചോദിക്കട്ടെ. എന്നാ കഴിച്ചോണ്ട്? ഹേയ്, ഞാൻ ഉണ്ടായിക്കോളാം. അതെന്നാ, ഞാൻ ഉണ്ടാക്കിയാ കഴിക്കൂലേ? ഹേയ്, അതുകൊണ്ടല്ല, ഉണ്ടായിക്കോ. ഇത് കഴിയട്ടെ.